ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 42-ാം വാക്യം. നീ നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. കുരിശിലെ ആദ്യ വചനം രണ്ടാമത്തെ വചനത്തിന് വഴി തുറക്കുന്നു. ഈശോ പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായായിരിക്കും. പറുദീസ കട്ട കള്ളൻ. ഈശോയുടെ കൂടെ കൂട്ടുചേരാൻ യാതൊരു മടിയും വേണ്ട എന്ന് ഈശോയുടെ മുഖം വിളിച്ചോതുന്നുണ്ടായിരുന്നു. തീർച്ചയായും രണ്ട് കള്ളന്മാരോടും. അവർ ലജ്ജയില്ലാതെ അവൻ്റെ മുഖത്ത് നോക്കി. നോക്കുക, നമ്മെ മുറിവേൽപ്പിച്ചവർക്ക് പിന്നീട് നമ്മെ സമീപിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മുടെ മുഖം അവരിൽ ലജ്ജയും കുറ്റബോധവും ജനിപ്പിക്കുന്നു. പരിക്കേറ്റ സ്നേഹത്തിൻ്റെ മുഖമാണ് നമ്മുടെ മുഖം. നമ്മുടെ ഹൃദയത്തിൽ ഇനിയും അവരോട് സ്നേഹം വളർന്നിട്ടില്ല. ഹൃദയം മാറാതെ മുഖം മാറില്ലല്ലോ. ഇടതുവശത്തെ കള്ളന് വേണ്ടി ഈശോ തൻ്റെ മരണത്തിൻ്റെ ദൈർഘ്യം പോലും വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ കള്ളൻ ഈശോയുടെ മുഖത്ത് നോക്കാൻ തയ്യാറായില്ല. അവൻ ഈശോയുടെ മുഖത്ത് നോക്കാതെ തൻ്റെ തന്നെ സാഹചര്യത്തിലേക്കും തന്നിലേക്കും മാത്രമാണ് നോക്കിയിരുന്നത്. അത് അവന് വിനയായി, സ്വർഗത്തിന് അവനെ നഷ്ടമായി. ജീവിതത്തിൻ്റെ യാതനകളുടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആരംഭത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ദൈവത്തിലേക്ക് പ്രവേശിക്കാനായി നന്നായി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ അവസാന മണിക്കൂറിൽ നല്ല കള്ളനെ പോലെ എളുപ്പവഴിയിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. രക്ഷയിലേക്ക് പ്രവേശിക്കാൻ ഒരാളും വൈകിയിട്ടില്ല എന്ന സന്ദേശമാണ് നല്ല കള്ളൻ നമുക്ക് തരിക. എല്ലാ പണിക്കാർക്കും ഒരേ ധനാറ നൽകുന്ന ദൈവത്തിൻ്റെ നീതിയാണല്ലോ അത്. അവനിലേക്ക് അവസാന മണിക്കൂറിൽ പ്രവേശിച്ചാലും ലഭിക്കുന്ന ആത്മീയാനുഭൂതികളുടെ ധനാറ ഒന്നു തന്നെയാണ്. പക്ഷേ ഈ അവസരം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. മാത്രമല്ല, അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാണൻ വെടിയാൻ നേരത്ത് ഉരുവിടണമെങ്കിൽ വല്ലാത്ത ആന്തരിക ബലം ആവശ്യമാണ്. ജീവിതകാലത്ത് പറഞ്ഞു ശീലിക്കാത്ത ഒന്ന് മരണസമയത്തും പറയില്ല. ജീവിതകാലത്ത് ഒരിക്കലും ചേർത്ത് പിടിക്കാത്ത ക്രിസ്തുവിനെ മരണനേരത്ത് ചേർത്ത് പിടിക്കാനും സാധിക്കില്ല. നമുക്ക് ലജ്ജയില്ലാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കാം. സ്നേഹം കൊണ്ട് നിറയുന്ന ആ മുഖം, അത് നമ്മുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കും കാരണമാകും എന്ന് ഉറപ്പാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.